കൈരളം യുവജന ഗ്രന്ഥാലയം പ്രസിഡന്റ് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞേഷേട്ടൻ, പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ, നാട്ടുകാരെ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒക്ടോബർ 31 കണ്ണൂരിൽ ജനിച്ച് ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പറായി മ്യൂണിക് ഒളിമ്പിക്സിൽ 72 ഇന്ത്യൻ ഗോൾ കീപ്പറായ മാനുവൽ ഫെഡറിക്സ് അന്തരിച്ചു. മാനുവൽ ഫെഡറിക്സിനെ പറ്റിയിട്ട് പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഒളിമ്പിക് മെഡൽ കൊണ്ടുവന്ന താരമാണ് മാനുവൽ ഫെഡറിക്സ്. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ മാനുവൽ ഫെഡറിക്സിന്റെ മികച്ച പ്രകടനമാണ് നെതർലാൻഡ്സിനെ 2-1 തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യക്ക് വെങ്കല മെഡൽ നേടിത്തന്നത്. അത് കേരള ചരിത്രത്തിലെ ആദ്യത്തെ മെഡൽ, ഒളിമ്പിക് മെഡൽ നേട്ടമാണ്. അത് കഴിഞ്ഞിട്ടാണ് 49 വർഷത്തിന് ശേഷം ശ്രീജേഷ് ഹോക്കിയിൽ തന്നെ വെങ്കല മെഡൽ നേടിയത്. ടോക്കിയോ ഒളിമ്പിക്സിൽ 2021, 2024 പാരീസ് ഒളിമ്പിക്സിൽ പിന്നെയും ശ്രീജേഷ് ഇന്ത്യക്ക് വെങ്കല മെഡൽ, 2 വെങ്കല മെഡൽ നേടി. അപ്പോൾ 3 വെങ്കല മെഡൽ മാത്രമാണ് കേരള താരങ്ങളുടെ നേട്ടം. അതിൽ 1 മാനുവൽ ഫെഡറിക്സ്, 2 PR ശ്രീജേഷ്. രണ്ടും ഇന്ത്യൻ ഗോൾ കീപ്പറാണ് കേരളത്തിൽ നിന്ന് പോയത്. മാനുവൽ ഫെഡറിക്സിനെ പറ്റിയിട്ട് പറയാമെങ്കിൽ ഒരു ട്രെയിൽ ബ്ലേസർ ആയിരുന്നു മാനുവൽ ഫെഡറിക്സ്. ഭരണശ്ശേരിയിൽ ജനനം 1947 ഒക്ടോബർ 20 ഭരണശ്ശേരി കോട്ടമൈതാനത്തിന്റെ തൊട്ടടുത്തുള്ള ഭരണശ്ശേരി, ഇത് അവിടെയാണ് ജനനം. മൈതാനങ്ങളുടെ നാടായി അറിയപ്പെട്ട അന്നത്തെ കണ്ണൂർ, കോട്ടമൈതാനം മുതൽ കലക്ട്രേറ്റ് മൈതാനം വരെ മൈതാനങ്ങളുടെ ഒരു നാട്. അതിൽ കളിച്ചു വളർന്ന മികച്ച താരങ്ങൾ, അത് ഫുട്ബോൾ ആവട്ടെ, ക്രിക്കറ്റ് ആവട്ടെ, ഹോക്കി ആവട്ടെ, അത്ലറ്റിക്സ് ആവട്ടെ, വോളിബോൾ ആവട്ടെ, അതാണ് കണ്ണൂരിലെല്ലാം വെച്ചത്. ജിമ്മി ജോർജ്, മണി, സന്തോഷ് ട്രോഫി നേടിത്തന്ന താരം മാനുവൽ ഫെഡറിക്സ്, ഒളിമ്പിക് താരം. പക്ഷെ ഒളിമ്പിക്സിൽ ആദ്യം പോയത് CK ലക്ഷ്മണൻ, പയ്യാമ്പലത്തിൽ നിന്നുള്ള താരമായിരുന്നു. 1924 പാരീസ് ഒളിമ്പിക്സിൽ അന്നത്തെ അൺഡിവൈഡഡ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ട് ഡോക്ടർ CK ലക്ഷ്മണൻ, ആർമിയിൽ മറ്റൊരു മേജർ ജനറൽ, റെഡ് ക്രോസിന്റെ ഇന്ത്യ സൗത്ത് ഏഷ്യ ചീഫായ താരം. 120 മീറ്റർ ഹഡിൽസിലാണ്, അന്ന് 120 മീറ്റർ ഹഡിൽസിലാണ് പങ്കെടുത്തത് 1924 ഒളിമ്പിക് ഗെയിംസിൽ പാരീസിൽ. പോയ താരം, ആദ്യത്തെ താരമായിരുന്നു CK ലക്ഷ്മണനെങ്കിൽ ആദ്യമായിട്ട് കേരളത്തിൽ മെഡൽ കൊണ്ടുവന്ന താരം മാനുവൽ ഫെഡറിക്സ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത പേരാണത്. ഒരു ഡേ ഡബിൾ ഗോൾ കീപ്പർ. അന്ന് ബോയ്സ് എന്ന് പറഞ്ഞിട്ട് 1960കളിൽ ബോയ്സ് എന്ന് പറഞ്ഞിട്ട്, ആർമി ബോയ്സ് എന്ന് പറഞ്ഞിട്ട് ബാരക്സ് കണ്ടോൺമെന്റ് ഏരിയ ആയിരുന്നു അന്ന്. ഇപ്പോഴത്തെ പോലെ തന്നെ അന്ന് പട്ടാള ഏരിയ ഭരണശ്ശേരി. ആ ഭരണശ്ശേരിയിൽ നിന്ന് ബോയ്സ്, ഇതിൽ 15ാം വയസ്സിൽ ബോയ്സ്, ആർമി ബോയ്സ് എന്ന് പറഞ്ഞിട്ട് ടീമിൽ ഇതിലേക്ക് എടുത്തു. ASC ജലന്ധർ, ASC ബംഗളൂരു എന്നിവയെല്ലാം. അപ്പൊ പഞ്ചാബിലുള്ള ലീഗിൽ കളിക്കുമ്പോഴാണ് ഈ ഡേ ഡബിൾ ഗോൾ കീപ്പറെ ഇന്ത്യൻ ഹോക്കി ശ്രദ്ധിച്ചത്. അന്ന് ഇന്ത്യൻ ഹോക്കി മുടിചൂടാ മന്നന്മാരാണ്. ഇന്ത്യയും പാകിസ്ഥാനുമാണ് ലോകത്തിന്റെ ഹോക്കിയെ നിയന്ത്രിച്ചതെന്ന് തന്നെ പറയും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഹോക്കി മത്സരം, ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം, ക്രിക്കറ്റ് മത്സരം കാണുന്ന പോലത്തെ ആവേശമായിരുന്നു ജനങ്ങൾക്ക്. ഇതിന് പഞ്ചാബിന്റെയും തമിഴ്നാടിന്റെയും കർണാടകയിലെ മികച്ച ഗോൾ കീപ്പർമാരെ, ബോംബെന്റെയും ഗോൾ കീപ്പർമാരെ പിന്തള്ളിക്കൊണ്ട് ഒരു മേൽവിലാസവും ഇല്ലാത്ത കേരളത്തിൽ നിന്ന്, ഹോക്കിക്കൊന്നും ഇന്നും മേൽവിലാസം ശരിക്കും പറഞ്ഞാൽ ഇല്ല, ആ മേൽവിലാസമില്ലാത്ത കേരളത്തിൽ നിന്ന് പോയി ഒരു ഗോൾ കീപ്പറായി ഉയരുക എന്ന് പറഞ്ഞാൽ ഹിമാലയം കിടക്കുന്ന പോലെയായിരുന്നു. അതും മറികടന്ന് അന്നത്തെ കാലം ഹെൽമെറ്റ് ഇല്ലാണ്ടാണ് ഗോൾ കീപ്പർ നിൽക്കുന്നത്. ഇന്നത്തേത് നിങ്ങൾക്ക് അടിച്ചാലും ഗോൾക്ക് ഒന്നും പറ്റില്ല. അന്ന് തലേന്റെ മുകളിൽ ഹെൽമെറ്റ് പോലുമില്ല. ചെസ്റ്റ് ഗാർഡ്, ഒരു എബ്ഡമൻ ഗാർഡ്, ഈ കൈ ഗ്ലൗവും പാഡും മാത്രമുള്ള ഗോൾ കീപ്പറായിട്ട് മാനുവൽ ഫെഡറിക്സിന്റെ ധീരമായ, അതാണ് ഗോൾ വലയത്തിന്റെ ഇടയിൽ ടൈഗർ എന്നറിയപ്പെട്ടു. ചിലയിടത്ത് ഗോസ്റ്റ് എന്ന് പറയും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ മാനുവൽ ഫെഡറിക്സിന്റെ പെനാൽറ്റി ഷൂട്ട് ഔട്ട് വരുന്ന ഇതില് പെനാൽറ്റി സ്ട്രോക്സ് പിടിക്കുന്നതിലെ വൈദഗ്ധ്യമാണ് മാനുവൽ ഫെഡറിക്സിനെ ഇന്ത്യൻ ടീമിലേക്ക് എത്തിച്ചത്. അതുവഴി മാനുവൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ലേ. 1971 തൊട്ട് 78 വരെ
ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പറായിട്ട് നിലനിന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ ടീം സെലക്ഷനിലെല്ലാം ഉള്ള കളി കൊണ്ടാണ് മാനുവൽ 75 ആദ്യമായിട്ടും ഇപ്പോഴും ഒറ്റ ലോകകപ്പ് ഇന്ത്യ നേടിയിട്ടുള്ള അജിത് പാൽ സിംഗിന്റെ. അതിലും മെയിൻ ഗോളി ആവണ്ടായിരുന്നു മാനുവൽ ഫെഡറിക്സ്. പക്ഷെ അത് പുറന്തള്ളി കോട്ട സിസ്റ്റർ പ്രകാരം കൃഷ്ണമൂർത്തി അങ്ങനത്തെ എല്ലാം ഗോൾ കീപ്പർ കോർണലിയസിനെല്ലാം എടുത്തു. മാനുവൽ കളിയിൽ നിന്ന് തന്നെ വിരമിക്കാൻ പോയി. പക്ഷേ തിരിച്ചു വന്നു. 76 ശേഷം തിരിച്ചു വന്നിട്ട് പിന്നെയും 3 വർഷം മാനുവലായിരുന്നു ഇന്ത്യൻ ഗോൾ കീപ്പർ. അപ്പം മാനുവലിന് കപ്പിനും ചുണ്ടിനും ഇടയിൽ കുറേ ചാൻസസ് ജീവിതത്തിൽ എന്ന പോലെ തന്നെ കളിയിലും മിസ്സായി. അതാണ് 72 പക്ഷേ മ്യൂണിക് ഒളിമ്പിക്സിൽ മാനുവലിന്റെ മികച്ച സേവുകളാണ് നെതർലാൻഡ്സിനെ തോൽപ്പിക്കാൻ 2-1 സഹായിച്ചത് എന്ന് പറയും. MP ഗണേഷ് എല്ലാം അന്ന് കളിച്ച താരങ്ങൾ അജിത് പാൽ സിംഗ്, അശോക് കുമാർ, ധ്യാൻചന്ദിന്റെ മകൻ അശോക് കുമാർ, ഹർമിത് സിംഗ്, MP ഗണേഷ് മുതലായ ലോകോത്തര താരങ്ങളൊപ്പമാണ് കളിച്ചത്. അപ്പോൾ വെസ്പേസ്, ലിയൻഡർ പേസിന്റെ അച്ഛനും കൂടെ ആ മ്യൂണിക് ഒളിമ്പിക്സ് ടീമിലുണ്ട്. പക്ഷേ 11 കളിച്ചില്ല. 16 ആളാണ് വെസ്പേസ്. കഴിഞ്ഞ കൊല്ലം അന്തരിച്ചത്. വെസ്പേസ് എല്ലാം അങ്ങനത്തെ ടീമിനെ കളിച്ച് വെങ്കല മെഡൽ കൊണ്ടുവന്ന് ഈ ധീരനായ ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ ലോകം കണ്ട ആ കാലഘട്ടത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും അഗ്രസീവ് ഗോൾ കീപ്പറും ധീരനായ ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഖത്തറിൽ അർജന്റീന ലോകകപ്പ് നേടിയപ്പോൾ മെസ്സിന്റെ പേരാ പറയെങ്കിലും പെനാൽറ്റി ഷൂട്ടൌട്ടിലെല്ലാം നിന്ന് എമിലിയോ മാർട്ടിനസ് എന്ന ഗോൾ കീപ്പറുടെ അഗ്രസീവ് സ്റ്റൈലാണ് ഖത്തറിൽ അർജന്റീനയെ ലോകകപ്പ് നേടാൻ ഫുട്ബോളിൽ സഹായിച്ച. എമിലിയോ മാർട്ടിനസിനെ എങ്ങനെ കാണുന്നോ അതേപോലെ ആയിരുന്നു മാനുവൽ ഫെഡറിക്സ് എന്ന് 200-ലധികം മാച്ച് ഇന്ത്യക്ക് കളിച്ച ജൂഡ് ഫെലിക്സ് പറയും. ജൂഡ് ഫെലിക്സിനെ എല്ലാം കോച്ച് ചെയ്ത, കർണാടകയിൽ കോച്ച് ചെയ്ത താരമായിരുന്നു, ഗുരുവായിരുന്നു മാനുവൽ ഫെഡറിക്സ്. ഇഷ്ടം പോലെ കർണാടക പ്ലേയേഴ്സിനെ ജൂനിയർ ഇന്ത്യൻ ടീമിൽ എത്തിച്ച താരമായിരുന്നു. മരിക്കുന്ന 78-ലാണ് മരിക്കുന്ന. 75 വയസ്സിലും ബംഗളൂരു ഗ്രൗണ്ടിൽ വനിതാ കോളേജിനെല്ലാം ബംഗളൂരിലെ ലീഗ് ചാമ്പ്യൻസ് ആക്കി, ഒരു കോളേജിനെ ചാമ്പ്യൻസ് ആക്കി നിർണായക പങ്കുവഹിച്ചു. 18 കൊല്ലം DVIS എന്ന് പറയും, യൂത്ത് എംപവർമെന്റ് സ്പോർട്സ് എന്ന് പറയുന്ന ഇതിൽ കോച്ചായിട്ട് നിന്നു. HALന്റെ കോച്ചായി. അവിടെ ASIക്ക് പഞ്ചാബില്, ബംഗളൂരിൽ, പിന്നെ HALന് ബാംഗ്ലൂരിൽ കളിച്ചു. ഈ ലീഗ് കളിക്കുമ്പോൾ 18 ദേശീയ ടൂർണമെന്റിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മാത്രം വിജയിപ്പിച്ച ഏക താരമാണ് ഇത്. ബെയ്റ്റൻ കപ്പ്, മൊയ്തീൻ വാല കപ്പ് എല്ലാം അന്നേരമെല്ലാം വലിയ മുറാദ് എന്നെല്ലാം പറയുന്ന ബോംബെയില് അന്ന് ഹോക്കി ലീഗിനെല്ലാം എന്ന് പറഞ്ഞാൽ ജനങ്ങള്, സിനിമാ താരങ്ങള്, രാഷ്ട്രീയക്കാർ ഈ കാണികളൊപ്പം ചേരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ഹോക്കി ആയിരുന്നു ഇന്ത്യയിലെ വികാരം. അപ്പം ഈ കളിക്കാർ വന്നിട്ട് മാനുവലിന്റെ പ്രകടനം, മാനുവലൊരു ഷോമാൻ ആയിരുന്നു ഗോൾ കീപ്പിങ്ങിൽ. ഗോൾ പോസ്റ്റിന്റെ ഇടയിൽ ഷോമാൻ എന്നാ പറയുക. ശരിക്ക് നമ്മൾ ഈ സിനിമയിൽ ഷോമാൻസ് എന്നെല്ലാം പറയുന്ന പോലെ ഈ ദേവാനന്ദ്, രാജ് കപൂർ എന്നെല്ലാം പറയുന്ന പോലത്തെ ഒരു ഷോമാനായിരുന്നു ഹോക്കിയിൽ അന്ന് ഇന്ത്യയിൽ അറിയപ്പെട്ട മാനുവൽ ഫെഡറിക്സിന്. ഈ നോട്ടുമാല കൊണ്ടെല്ലാം മുറാദെല്ലാം ഇതാക്കിയെന്നാണ്. പിന്നെ കൽക്കത്ത ലീഗിൽ മോഹൻ ബഗാനെല്ലാം വേണ്ടിയിട്ട് അന്ന് ഹോക്കി ലീഗ് ഉണ്ട്. അവർക്ക് ഫുട്ബോൾ ഉള്ള പോലെ തന്നെ ഹോക്കി ലീഗ് മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ മുഹമ്മദ് അൻസലം, അതിൽ മോഹൻ ബഗാൻ കളിച്ച് കൽക്കത്തക്കാരുടെയും ഹരമായി മാറി മാനുവൽ ഫെഡറിക്സിനെ പറയാമെങ്കിൽ ശരിക്കുള്ളൊരു ഷോമാനും അഗ്രസീവ് എന്നാണ് MP ഗണേശും ജൂഡ് ഫെലിക്സ് എല്ലാം പറയുന്നത്. ഇത്ര അഗ്രസീവായ ഒരു ഗോൾ കീപ്പർ ലോകം കണ്ടില്ല. ആ അഗ്രസീവ്നെസ് ടീമംഗങ്ങൾക്ക് പോലും പേടിയാവുന്ന പറയുക. അവരെയും ചീത്ത പറയും, എതിരാളികളെയും ചീത്ത പറയും. ആ അഗ്രസീവ് സ്റ്റൈലൊക്കെ ഇനി ഗോളിന്റെ ഉള്ളിൽ അതാണ് 1977 ജനറൽ സിയാവുൾ ഹക്ക്, ആർമി ജനറൽ, പാകിസ്ഥാനെ നയിച്ചുകൊണ്ട് പ്രസിഡന്റ് ഉള്ള മാച്ച് കാണാൻ വന്ന മാച്ചിൽ, ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് അറ്റ് ലാഹോർ, ഇതിൽ പറയുന്നത് 1-1 ഡ്രോ പിടിച്ച മാച്ചായിരുന്നു. പക്ഷേ 5-ലധികം ഗോളിന് ഇന്ത്യ തോക്കുമായിരുന്നു. പക്ഷെ മാനുവലിന്റെ കെടിയേറ്റ പ്രകടനം. അതിൽ ഒരു ഇത് പറയുന്നത് ഗോൾ പോസ്റ്റിലേക്ക് വന്ന ഇത് ഇനി സ്റ്റിക്ക് കൊണ്ട് അത് തടയാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ തല വെച്ചുകൊടുത്ത താരമായിരുന്നു. അതാണ് ലൈഫ് വരെ പോവാൻ സാധ്യതയുള്ള ഇത്. ഗുരുതര പരിക്കേക്കുന്നു തോന്നിയാലും തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു മനസ്സായിരുന്നു മാനുവൽ ഫെഡറിക്സ്. സിയാവുള്ളക്ക് അന്ന് മാച്ച് കഴിഞ്ഞപ്പോൾ ഒരേ ഒരു താരത്തെയാണ് അഭിനന്ദിച്ചത്. അത് പാകിസ്ഥാന്റെ താരങ്ങളെയോ ഇന്ത്യൻ മറ്റു താരങ്ങളെയോ ലോകോത്തര താരങ്ങളെയോ മാനുവൽ ഫെഡറിക്സോട് മാനുവൽ ഇല്ലെങ്കിൽ 5-ലധികം ഗോളിന് തോക്കുമായിരുന്നു എന്ന് സിയാവുള്ളക്കിന് പോലും തോന്നിയൊരു മാച്ചായിരുന്നു അത്. ആ മാനുവൽ ഫെഡറിക്സ് അത്രമാത്രം കളിക്കളത്തിൽ നിറഞ്ഞു നിന്ന 10 കൊല്ലമായിരുന്നു ഇന്ത്യയിൽ.
മാനുവൽ ഫെഡറിക്സിനെ പോലത്തെ ഒരു ഗോൾ കീപ്പറെ കാണാൻ തന്നെ പറ്റും. നമ്മൾ അൺഹെറാൽഡഡ് ഗോൾ കീപ്പർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ 75 ലോകകപ്പ് നേടുമ്പോൾ കൊർണേലിയസ് കൃഷ്ണമൂർത്തിനെല്ലാം എടുത്തു ടീമിൽ, മാനുവലിനെ ഒഴിവാക്കി. ശരിക്കും മാനുവലായിരുന്നു ഫസ്റ്റ് ഗോൾ കീപ്പർ വേണ്ടത്, അല്ലെങ്കിൽ ആദ്യത്തെ ലോക ചാമ്പ്യനും ആവുമായിരുന്നു മാനുവൽ ഫെഡറിക്. പക്ഷേ 76 ശേഷം വീണ്ടും 3 കൊല്ലം മാനുവലിനെ തിരിച്ചു വിളിക്കേണ്ടി വന്നു. 78 റിട്ടയർ ചെയ്യുന്നവരെ, ഇന്റർനാഷണൽ മാച്ചിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നവരെ. അതുകൊണ്ട് മാനുവൽ ഫെഡറിക്സിന്റെ ആരും വലിയ, എന്നിട്ട് തിരിച്ച് മ്യൂണിക് ഒളിമ്പിക്സ് കണ്ണൂരിൽ വന്നപ്പോൾ അന്നത്തെ സ്പോർട്സ് മന്ത്രിയല്ല നൂറുദ്ദീന് ഇത് പറഞ്ഞത് സ്പോർട്സ് കൗൺസിലിൽ ഒരു ഡെയിലി വേജസിൽ ജോലി എന്ന് പോലെ ഇത്. അപ്പോ തലത്തൊട്ടപ്പനായ ദ്രോണാചാര്യ ഓഫ് ഫുട്ബോൾ ചട്ടവാസുവട്ടൻ ബ്രദേഴ്സിന്റെ ആണ് ഉപദേശകൻ എല്ലാവരുടെയും. അപ്പോൾ മാനുവൽ പോയപ്പോൾ മാനുവൽ ഇവിടെ നിന്നാൽ കൂലിപ്പണി പോലും കിട്ടൂല, വേഗം സ്റ്റേറ്റ് മാറിക്കോന്ന് പറഞ്ഞാണ് ബാംഗ്ലൂരിൽ പോയപ്പം അങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റിയ വാടക വീട്ടിലെല്ലാം നിന്ന് 2019 സർക്കാർ, അടുത്ത സർക്കാരിന്റെ ആദ്യ കാല ഇതില് പയ്യാമ്പലത്ത് ഒരു സ്ഥലം 5 സെന്റ് ഭൂമിയും ഒരാളെങ്കിൽ സൊസൈറ്റി വീട് 42 ലക്ഷത്തിന്റെ വീടുമാക്കി. അന്ന് സ്പോർട്സ് മിനിസ്റ്റർ EP ജയരാജൻ അവർക്ക് വേണ്ട ഈവൻ ഫർണിച്ചർ വരെ ആ വീട്ടിലേക്ക് സ്പോർട്സ് മന്ത്രി എത്തിച്ചത് ഒരു വലിയ ഫാൻഫെയറോടെ. മാനുവൽ 72 വന്ന് ഇവിടെ കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ ഇറങ്ങിയ ഒരു ഇത് ഇപ്പം അന്നത്തെ പഠിക്കാൻ ഫാദറെല്ലാം പറയും, സെന്റ് മൈക്കിൾസിൽ നേരെ കൊണ്ടുപോയിട്ട് ഒരു ചായയും ബിസ്ക്കറ്റുമാണ് അന്ന് കൊടുത്തത്. 2000 റുപ്യ അന്ന് ആർമീന്റെ വക എന്തോ ഒരു പാരിതോഷികം കൊടുത്തത് മാത്രമായിരുന്നു. അന്ന് സർക്കാരിന് പോലും മാനുവലിനെ വേണ്ട വിധം സ്വീകരിക്കും. പക്ഷേ 2019 വീട്ടിന്റെ താക്കോൽ കൊടുക്കുന്ന ഗവൺമെന്റ്, സ്പോർട്സ് മന്ത്രിയും അന്ന് EP ജയരാജനും എല്ലാം ഇത് ബാൻഡെല്ലാം മുട്ടി വീട്ടിന്റെ അടുത്ത് സ്റ്റേജ് നിർമ്മിച്ച് വലിയ ഫാൻഫെയറിൽ ആ 72 കൊടുക്കാത്ത സ്വീകരണം ഇവിടെ വെച്ച് കൊടുക്കാനായി എന്നുള്ള, മാനുവലിന് ആ വീടിന്റെ താക്കോൽ കിട്ടിയെന്നുള്ള സന്തോഷം, ആ മെഡൽ നേടിയോളം സന്തോഷം. എപ്പോഴും കഴുത്തിൽ അണിഞ്ഞിട്ട് മാനുവൽ ഏതൊരു ഫംഗ്ഷനും വരുള്ളൂ. എന്തിനാന്ന് പറഞ്ഞാൽ കുട്ടികളെയും ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുക. ഒളിമ്പിക് മെഡലാണ് ഈ ഇന്ത്യയിലെ ഹയസ്റ്റ് സ്പോർട്ടിംഗ് മെഡൽ. അതാർക്കും കിട്ടിയിട്ടില്ല കേരളത്തിൽ. പക്ഷെ കേരളത്തിൽ പോലും മറന്നുപോയോ സംശയം. 47ാമത്തെ കൊല്ലമാണ് വീട് ഒരു അഡ്രസ് കിട്ടിയത്. ആ കൊല്ലം തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് 7 തവണ ധ്യാൻചന്ദ്, അത് ഈ വീട് പോലെ തന്നെ മാനുവൽ ആഗ്രഹിച്ച ഒരു അവാർഡാണ് ധ്യാൻചന്ദ് അവാർഡ്. എന്താ പറയുക, ധ്യാൻചന്ദിന്റെ മോന്റൊപ്പം കളിച്ചാണ്. ധ്യാൻചന്ദ് 72 വെങ്കല മെഡൽ നേടിയ പ്രകടനം കണ്ട് ധ്യാൻചന്ദ് പിന്നെ പല ഫസ്റ്റ് ക്ലാസ് മാച്ചിലും ബെയ്റ്റൺ കപ്പിൽ മൊയ്തീൻ പല കപ്പിലെല്ലാം നേരിട്ടിട്ട് വന്ന് കളി കണ്ട് ഉത്തർപ്രദേശിലും പല മാച്ചിലും മാനുവൽ ഫെഡറിക്സ് ജയിക്കുന്ന കണ്ടിട്ട് നേരെ വന്നിട്ട് അഭിനന്ദിച്ചാണ്. ഗോൾ കീപ്പിങ്ങിൽ ഇത്ര ഇതുള്ള ഒരു ഗോൾ കീപ്പറെ കണ്ടിട്ടില്ലെന്ന് ധ്യാൻചന്ദ് നേരിട്ടിട്ട് അഭിനന്ദിച്ച താരമായിരുന്നു മാനുവൽ ഫെഡറിക്സ്. ആ ധ്യാൻചന്ദിന്റെ പേരിൽ അവാർഡ് കിട്ടണം, അത് മോസ്റ്റ് ഡിസേർവിങ്. മാനുവൽ ഫെഡറിക്സ് ഒരിക്കലും ഒരാളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ എനിക്ക് വേണം അവാർഡ്, എനിക്ക് വേണം ഇത് എന്ന് പറയാനും പോയിട്ടില്ല, ലോഞ്ച് ചെയ്യാൻ പോയിട്ടില്ല, അതിന്റെ PR വർക്ക് ചെയ്യാൻ പോയിട്ടില്ല. അതുകൊണ്ട് തഴഞ്ഞ് കേരളത്തിൽ പോലും മറന്നുപോയി. ആൾക്ക് അറിയില്ല ആരാണ് കേരളത്തിൽ ഒളിമ്പിക് മെഡൽ എന്ന് ചോദിച്ചാൽ മറ്റേ PT ഉഷ എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് പോയ ഒരു കാലത്താണ് ഒരു അഡ്രസ് വന്നപ്പോൾ ധ്യാൻചന്ദ് അവാർഡ് 2019 വീട് കിട്ടി 2 മാസത്തിനുള്ളിൽ കേന്ദ്ര ഗവൺമെന്റ് ധ്യാൻചന്ദ് അവാർഡ് കൊടുത്തു. 7ാമത്തെ തവണ 8ാമത്തെ തവണയാണ് ധ്യാൻചന്ദ് അവാർഡ് കിട്ടിയത്. ഇപ്പോഴും പത്മശ്രീക്ക് മരിക്കുന്നതിന്റെ ഈ കൊല്ലം വരെ പത്മശ്രീക്ക് 9ാമത്തെ കൊല്ലം കൊടുത്തു. പണ്ട് പ്രാഞ്ചിയേട്ടൻ സിനിമയെല്ലാം പോലെ പ്രാഞ്ചിയേട്ടന്മാർക്ക് ലെസർ അവാർഡ്, സ്പോർട്ടിംഗ് അവാർഡാണ് ബാക്കിയെല്ലാം. അതിൽ മറ്റേ ഏഷ്യാഡ്, കോമൺവെൽത്ത് ഗെയിംസ്, ഈ നാഷണൽ മീറ്റ് എല്ലാം കിട്ടിയവർക്ക് എല്ലാം കിട്ടിയിട്ട് പോലും മാനുവലിന് ഇന്ന് വരെ ഒരു അർജുൻ അവാർഡ് കിട്ടിയിട്ടില്ല, പത്മശ്രീ കിട്ടിയിട്ടില്ല, പത്മഭൂഷൺ കിട്ടിയിട്ടില്ല. അതേസമയം ഒന്നും പറയാം, ശ്രീജേഷ് 21 24 വെങ്കല മെഡൽ നേടിയെങ്കിലും 2017 തന്നെ പത്മശ്രീ കിട്ടിയിരുന്നു. അത് മെഡൽ നേടാത്ത വെറും ഒളിമ്പിക്സിന് പോയി എന്നുള്ള ഇതിൽ എത്രയോ പേർക്ക് പത്മശ്രീ അർജുന അവാർഡും കിട്ടി, ജോലി കിട്ടിയില്ല. അന്നത്തെ ഹോക്കിയിൽ മ്യൂണിക് ഒളിമ്പിക്സിൽ പങ്കെടുത്ത 16 മാനുവലിന്റെ ഒപ്പം ടീമിലുള്ളവർക്കെല്ലാം ഏകദേശം മിക്കവർക്കും അർജുന അവാർഡ് കിട്ടി. എല്ലാവരും പോലീസിൽ DGP എല്ലായിട്ട് പിരിഞ്ഞു എല്ലാവരും.
മാനുവൽ ബാംഗ്ലൂരിൽ വാടക കോച്ച് എല്ലാം ചെയ്ത് ജീവിച്ചു. വാടക വീട്ടിൽ പെൺമക്കൾ 2 പെൺമക്കൾ, അവരും ഭാര്യയായിട്ട് ജീവിതം തള്ളി നീക്കി. ഇവിടെ ഒരു അഡ്രസ്സിൽ 2019 കിട്ടിയതാണ് ഏറ്റവും വലിയ. ആദ്യത്തെ സർക്കാർ, അതിന് മുമ്പത്തെ സർക്കാർ ഒരു ഭൂമി കൊടുത്ത പയ്യമ്പലത്ത് 2ഉം CR സെറ്റിൽ വന്നിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും അലയേണ്ടി വന്നു. ആ മാനുവലിന്റെ ഫൈറ്റിംഗ് സ്പിരിറ്റാണ്. കണ്ണൂരിലേക്ക് വരേണ്ട ബസിന്റെ ചാർജ് പറയും, അതിന്റെ വിഷമം. നടന്ന് 5.5 കൊല്ലോളം നടന്നിട്ടൊരു വീടായ സ്വപ്നം പൂവണിഞ്ഞു. ധ്യാൻചന്ദ് കിട്ടി, പത്മശ്രീയും കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് കായിക പ്രേമികൾ ആഗ്രഹിച്ചു പോകുന്നതായിരുന്നു ഇക്കൊല്ലം. അതിനി അപേക്ഷ ഇതിലെങ്കിലും പരിഗണിക്കണമേ എന്നാണ് തോന്നുന്നത്. ജനുവരിയിൽ പ്രഖ്യാപിക്കുമ്പോൾ മാനുവൽ റിച്ച്ലി ഡിസേർവ്സ് വൺ ഓഫ് ദ ലെജൻഡ്സ് ഓഫ് ദ ഗെയിം. കളിക്കളത്തിൽ പുറത്ത് വിഷമുണ്ടെങ്കിലും കളിയെപ്പറ്റി മാത്രമേ സംസാരിക്കുള്ളൂ. മരിക്കുന്നവരെ ഹോക്കി മാച്ച് വേൾഡിൽ ഏത് പ്രോ ലീഗ് ഹോക്കി ആയാലും ഒളിമ്പിക് ഹോക്കി ആയാലും നാഷണൽ ഹോക്കി ആയാലും TV-യിൽ വാച്ച് ചെയ്ത് അതിനെപ്പറ്റി ഗെയിമിനെ പറ്റി പറയാം. അതാ ശ്രീജേഷ് പറഞ്ഞത്. ശ്രീജേഷ് എല്ലാം കണ്ണൂരിൽ ഏതൊരു അണ്ടർ-13 കളിക്കാൻ വന്നപ്പോൾ മെഡൽ കാണിച്ചു കൊടുത്തു. ആദ്യമായി ശ്രീജേഷ് മെഡൽ കണ്ടേ മാനുവലിന്റെ അടുത്ത. മാനുവൽ പിന്നെ എപ്പോഴും വിളിച്ചിട്ട് ശ്രീജേഷിന് എഗ്രസീവ് ആവാൻ പറയും ചിലയിടത്ത്. അതെല്ലാം ഭയങ്കരമായിട്ട് ശ്രീജേഷിനെ പ്രചോദിപ്പിച്ചു എന്നാണ് ശ്രീജേഷ് ഇതിനിടയിൽ പോലും പറഞ്ഞത്. മാനുവലിനെ പോലത്തെ ഒരു താരത്തെ ഞങ്ങൾ മറന്നോ എന്ന്. ഇപ്പം കായിക ഇതില് ഇപ്പം പത്മശ്രീയോട് ബന്ധിച്ചിട്ടുള്ള കേരള അവാർഡ്സ് ഉണ്ട് 21 മുതൽ. പക്ഷെ അതുപോലും കിട്ടിയില്ല. അതോളം ആദ്യത്തെ ഫസ്റ്റ് ചോയ്സ് ആയിരിക്കാം ഞങ്ങളെ സ്പോർട്സിൽ. ഒരു ഫസ്റ്റ് ചോയ്സ് ഉണ്ടെങ്കിൽ അത് മാനുവലാണ്. ദേശീയ ഗെയിംസ് 2015 വന്നപ്പോൾ എല്ലാ സ്റ്റേഡിയത്തിനും, ഇൻഡോർ സ്റ്റേഡിയത്തിനും മെയിൻ സ്റ്റേഡിയത്തിനെല്ലാം ഒളിമ്പ്യന്മാർ ചന്ദ്രശേഖരൻ എല്ലാ PT അല്ലെങ്കിൽ എല്ലാവരെയും പേരിട്ടു. ഒളിമ്പിക്സിന് പോയേ ഉള്ളൂ അവര്. ഫുട്ബോൾ കളിച്ചാലും മറ്റേ IM വിജയൻ വരെ എല്ലാവരെയും അവരെ ബീറ്റിലിട്ടില്ല, എല്ലാവർക്കും ചാൻസ് കൊടുക്കും. പക്ഷേ ആദ്യമായി മെഡൽ ചെയ്ത് ഇതിൽ കണ്ണൂരിൽ ഇപ്പം മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം വന്നു. അത് മാനുവൽ ഫെഡറിക്സിന്റെ പേരിൽ തന്നെ വേണ്ടിയായിരുന്നു. അത് ഇന്നും ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ ഒരു പ്രതിമ മാനുവൽ ഫെഡറിക്സിന്റെ പേരിൽ പക്ഷെ കോർപ്പറേഷന് ബുദ്ധിയൊപ്പം ഈ ഗവൺമെന്റ് കൊടുത്തോ തോന്നിയത് 2021 പയ്യാമ്പലം ബീച്ച് തൊട്ടിട്ട് മാനുവൽ ഫെഡറിക്സ് വീട് വരെ ഒളിമ്പ്യൻ മാനുവൽ ഫെഡറിക്സ് റോഡ് എന്ന് പയ്യാമ്പലം ബീച്ചിന്റെ അവിടെ റോഡിന് പേരിട്ടത്. അത് അന്ന് കുടുംബവുമായിട്ട് മാനുവൽ വന്നു അതിനെ വാങ്ങിയത്. അതാണ് മാനുവൽ. ആ ഒളിമ്പിക് മെഡലാണ് മാനുവലിന്റെ ലൈഫ് ലൈൻ. അത് എപ്പോഴും പറയും. ഇന്ത്യ കളിക്ക് 3 ഗോളിന്റെ അപ്പുറം ഒരു ഗോൾ കീപ്പർ വഴങ്ങിയാൽ അത് മാനുവൽ എന്നല്ല, വേറെ ഒരു ഗോൾ കീപ്പറും പിന്നെ ഒരു മാച്ചിന് നിൽക്കാൻ ഒരു അർഹതയില്ല ഇംപ്രൂവ് ചെയ്യാണ്ട്. 3 ഗോളിന്റെ അപ്പുറം ഒരു ഹോക്കി മാച്ചിൽ വാങ്ങരുത്. ഇന്നും അത് കേരള ഹോക്കി ഇതും അസോസിയേഷനെല്ലാം തീർത്തും അവഗണിച്ചു. ഇതേ കേരള ഹോക്കി അസോസിയേഷനും കേരള ഒളിമ്പിക് ഇതെല്ലാം കമ്മിറ്റി ഇതെല്ലാം അസോസിയേഷനിലും സാക്ഷി ഇത് വെങ്കല മെഡൽ നേടിയ ഒരു PV സിന്ധു എല്ലാവരെയും അഭിനന്ദിച്ച് ക്യാഷ് അവാർഡ് കൊടുക്കുമ്പോൾ മാനുവലിനെ മറന്നു. മാനുവലിന് അവർക്ക് അറിയാത്ത പോലെയാണ് കളിക്കുന്നത്. അത് അവഗണന ഒന്നും തളർത്തിയില്ല. അവസാന ശ്വാസം വരെ അതും ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് ഒരു കോച്ചിനെ പോലെ. ഒരിക്കലും അതിലൊന്നും ആ ഫിറ്റ്നസ് റെജീമിലൊന്നും ഒന്നും മാനുവൽ ചേഞ്ച് ചെയ്തില്ല. മാനുവൽ എന്ന മനുഷ്യൻ, മാനുവലിന്റെ വൈഫും കൂടാന്ന് കുട്ടികളും അവരുടെ ഭർത്താക്കന്മാർ എല്ലാം കൂടി മാനുവലിന്റെ വൈഫ് 1.5 മാസം മുമ്പേ മരണപ്പെട്ടത് ഭയങ്കര ഷോക്കിംഗ് ആയി. അത് കഴിഞ്ഞ് 1.5 മാസം കൂടി കഴിഞ്ഞപ്പോൾ മാനുവലും വിടവാങ്ങിയിരിക്കുന്നു. പക്ഷെ മാനുവൽ കണ്ണൂരിൽ പലത് കൊണ്ട് കണ്ണൂർ വളരെ ഉയരത്തിൽ ലോകത്തിൽ അറിയപ്പെടും. അതിന്റെ ഒന്നാണ് കായിക ഇതിൽ മാനുവൽ ഫെഡറിക്സ് എന്ന ധീരനായ ഗോൾ കീപ്പർ, ടൈഗർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഗോൾ കീപ്പർ. എന്തും ധീരമായി നേരിടാൻ ഹോക്കി മാച്ച് ഇന്നും ആ ഒരു ഒളിമ്പിക് മെഡൽ കൊണ്ടുവന്ന് അത് സ്വർണം കൊണ്ടേരേനു. പക്ഷേ തീവ്രവാദ ആക്രമണം തലേന്ന് ഇപ്പം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് മാച്ചെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള ക്രൂഷ്യൽ സെമിഫൈനലെങ്കിൽ തലേന്ന് തീവ്രവാദ ആക്രമണത്തിൽ 11ഓളം ഇസ്രയേലി അത്ലറ്റ് വധിക്കപ്പെട്ട ഒരു മാച്ചായിരുന്നു. ആദ്യത്തെ ഒളിമ്പിക്സിൽ തീവ്രവാദ ആക്രമണം നടന്ന മ്യൂണിക് ഒളിമ്പിക്സ്. വെറും മാനുവൽ ഫെഡറിക്സ് പറയുന്നത് മാനുവൽ ഫെഡറിക്സും ഇന്ത്യൻ ടീമും താമസിച്ച ഹോസ്റ്റലിന് വെറും 100 മീറ്ററിൽ താഴെയാണ് ഈ വെടിവെപ്പ് ഉണ്ടായത്.
വെടിയൊച്ച ഇന്നും ചെവിയിൽ മുഴങ്ങുന്നതെന്നാണ് പറയുന്നത്. അന്ന് ഇനി ഒളിമ്പിക്സ് നടക്കുമോയെന്നറിയില്ല. ഇവരുടെ പ്രാക്ടീസ് സെഷൻ റദ്ദാക്കി ഇന്ത്യൻ ടീമിലെ മിക്ക കളിക്കാരും മടങ്ങിപ്പോണെന്ന് പറഞ്ഞു. പക്ഷെ മാനുവലിനെ പോലത്തെ അവർ പറഞ്ഞു അവരെ കളിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ് നിന്ന് പ്രാക്ടീസ് സെഷൻ പോയെങ്കിലും ആ ഗെയിമിന്റെ ആ ഇത് തലേന്നത്തുള്ള ആ പവർ പാക്ക് സെഷൻസ് പോയപ്പോൾ തന്നെ ഇത് പിന്നെ കളിയിൽ ആ പിറ്റേ ദിവസം കളിയിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിക്കുന്നു. സ്വർണ്ണ മെഡൽ നേടാനുള്ള ഒരു ഇന്ത്യൻ ടീമായിരുന്നു അത്. എന്നിട്ടാണ് 3-ാം സ്ഥാനത്തിന് നെതർലാൻഡ്സ് ആയിട്ട് ഒരു ടഫ് കളിയിൽ ഏറ്റവും നല്ല പെനാൾട്ടി സ്ട്രോക്ക് മേക്കേഴ്സ് ഉള്ള പെനാൾട്ടി കോർണറും പെനാൾട്ടി സ്ട്രോക്ക് മേക്കേഴ്സും ഉള്ള നെതർലാൻഡ്സിന് മാനുവലിന്റെ കിടയേറ്റ പ്രകടനം കൊണ്ട് 2-1 തോൽപ്പിക്കാൻ പറ്റിയത്. ആ തീവ്രവാദ ആക്രമണത്തെ പോലും തൃണവീണിച്ചുകൊണ്ട് മാനുവൽ ഫെഡറിക്സും ഇന്ത്യൻ ടീമുമാണ് വെങ്കലം. ആ വെങ്കലത്തിന് അതിൻ്റെതാണ് വില. ആ 72 2 വേൾഡ് കപ്പ് 73 ഒരു വെള്ളി മെഡൽ നേടി ലോക കപ്പിൽ 78 അർജന്റീനയിൽ മറ്റൊരു ലോകകപ്പിൽ 6 സ്ഥാനത്ത് വന്നപ്പോഴും മാനുവലായിരുന്നു ഗോൾ കീപ്പർ. മാനുവൽ ഒരു ലെജൻഡ്, ഒരു ഗോൾ കീപ്പർ മാത്രമല്ല, ഒരു മനുഷ്യൻ എന്ന നിലയിലും പുറത്ത് ഒരു ജെന്റിൽമാൻ, പക്ഷെ അകത്ത് വലിയ താരങ്ങൾ. ഫസ്റ്റ് ക്ലാസ്സിലൊരു ഷോമാൻ, രാജ് കപൂറിനെല്ലാം പോലെ നിങ്ങൾ സിനിമയിൽ പറയുന്ന പോലെ ഹോക്കിയിലെ ഷോമാൻ എന്നാണ് പറയുക. ജൂഡ് ഫെലിക്സ് എല്ലാം പറയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ കീപ്പേഴ്സ് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഗോൾ കീപ്പർ. ജൂഡ് ഫെലിക്സിനെല്ലാം കോച്ച് ചെയ്ത ഇതിലാണ് പറയുന്നത്. കർണാടക എത്രയോ കളിക്കാരെ ജൂനിയർ ഇന്ത്യൻ ടീമിലും സീനിയേഴ്സിലും കളിക്കാനാക്കി. ജൂഡ് ഫെലിക്സ് എക്കാലത്തെയും വലിയൊരു ഹോക്കി കളിക്കാരനാണ്. ജൂഡ് ഫെലിക്സ് പറയുന്നു MP ഗണേഷ്, BP ഗോവിന്ദ എന്നിവരെല്ലാം പറഞ്ഞു, അശോക് കുമാർ, ധ്യാൻചന്ദിന്റെ മകൻ എന്നിവരെല്ലാം കളിക്കള് മുടിചൂടാമന്നന്മാരായ ഹോക്കിയുടെ നെറുകയിൽ നിൽക്കുന്ന ഇന്ത്യന്റെ ഫസ്റ്റ് 11 ഗോൾ കീപ്പറായ മാനുവൽ ഫെഡറിക്സ് വിശ്വസിക്കാൻ പറ്റൂല. ഭരണശ്ശേരിയിൽ നിന്ന് ഒരു മേൽവിലാസവും ഇല്ലാണ്ട് പോയിട്ടാണ് ഇന്ത്യയിലെ ഗോൾ കീപ്പർമാർക്ക് മേൽവിലാസമാക്കി. അത് 49 വർഷത്തിന് ശേഷം ശ്രീജേഷ് വീണ്ടും ഗോൾ കീപ്പറായിട്ട് വെങ്കലം കൊണ്ടുവരുന്നു. 24 വീണ്ടും ശ്രീജേഷ് ഗോൾ കീപ്പറായിട്ട് കൊണ്ടുവരുമ്പോൾ മാനുവൽ ഫെഡറിക്സിന്റെ ഇത് ഒരിക്കലും മറക്കാനാവാത്തതാണ്. ഇനിയെങ്കിലും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അതിന് ഉചിതമായ രീതിയിൽ മാനുവലിനെ ഓണർ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.